അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, അസ്മാഉൽ ഹുസ്നയുടെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് അൽ മുഹൈമിനു എന്ന നാമത്തെക്കുറിച്ചാണ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് അൽ അസീസു എന്ന നാമത്തെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ പ്രധാനപ്പെട്ടൊരു നാമമാണ് അസീസ് എന്നുള്ളത്. ഇസ്സത്ത് എന്നതിൽ നിന്ന് പിടിക്കപ്പെട്ട നാമമാണ് അസീസ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല 89 പ്രാവശ്യം ഈ നാമം പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ ആയത്തുകളിൽ ഈ നാമം നമുക്ക് കാണാൻ കഴിയും. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിൻ അൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. ആ ആയത്തിൽ അസീസ് എന്ന നാമമുണ്ട്. അതുപോലെ സൂറത്തുൽ ഇബ്രാഹീമിലെ 47-ാമത്തെ ആയത്തിലും അസീസ് എന്ന നാമം കാണാൻ കഴിയുന്നുണ്ട്. ഫലാ തഹ്സബന്നല്ലാഹ മുഖ്ലിഫ വഅദിഹി ഫലാ തഹ്സബന്നല്ലാഹ മുഖ്ലിഫ വഅദിഹി റുസുലഹു ഇന്നല്ലാഹ അസീസുൻ ദുൽതിഖാം. ഫലാ തഹ്സബന്നല്ലാഹ മുഖ്ലിഫ വഅദിഹി റുസുലഹു. അല്ലാഹു തൻ്റെ ദൂതന്മാരോട് ചെയ്ത വാഗ്ദാനം ലംഘിക്കുന്നവനാണെന്ന് താങ്കൾ ഒരിക്കലും വിചാരിക്കരുത്. ഇന്നല്ലാഹ അസീസുൻ ദുൽതിഖാം. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല പ്രതാപിയും അജയ്യനും കഠിനമായി സൃഷ്ടിക്കുന്നവനുമാകുന്നു എന്ന് സൂറത്ത് ഇബ്രാഹിമിൽ കാണാം. അവിടെ അസീസ് എന്ന അസ്മാഉൽ ഹുസ്നയിലെ നാമം നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ സൂറത്തുൻ നംലിലെ 9-ാമത്തെ ആയത്ത്, യാ മൂസാ ഇന്നഹു അനല്ലാഹുൽ അസീസുൽ ഹകീം. ഓ മൂസാ നബിയെ, തീർച്ചയായും ഞാൻ അല്ലാഹുവാണ്, അൽ അസീസുൽ ഹകീം, ഞാൻ അജയ്യനും തന്ത്രശാലിയുമാണ്. അവിടെയും കണ്ടോ, അസീസ് എന്ന പദം നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ 89 സ്ഥലങ്ങളിലായി അല്ലാഹു അസീസ് എന്ന നാമത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ അസീസ് എന്ന നാമത്തിൻ്റെ അബജദി കണക്ക് 94. അസീസ് എന്ന പദത്തിൻ്റെ അർത്ഥം അൽ ഗാലിബു അലാ അംരിഹി എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. എല്ലാ നിലക്കുമുള്ള പ്രതാപമുള്ളവൻ. പ്രതാപമെന്നാൽ ശക്തി പ്രതാപമാവാം. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല അൽ ഖവിയുൽ മതീൻ എന്ന് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
അങ്ങേ അറ്റത്തെ ശക്തിയുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു തആല. അപ്പോൾ ശക്തിയുടെ മേഖലയിൽ അല്ലാഹുവിന് പ്രതാപമുണ്ട്. അതേപോലെ പ്രതിരോധത്തിൻ്റെ ഭാഗത്തിലൂടെ അല്ലാഹു പ്രതാപമുള്ളവനാണ്. ഇങ്ങനെ എല്ലാ നിലക്കും അല്ലാഹു സുബ്ഹാനഹു തആല അജയ്യനും പ്രതാപവുമുള്ളവൻ ആണ് എന്നാണ് അസീസ് എന്ന പദത്തിൻ്റെ അർത്ഥം. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ തൻ്റെ ലവാമിഉൽ ബയ്യിനാത്ത് എന്ന കിതാബിൻ്റെ 148 പേജിൽ പറഞ്ഞതായിട്ട് കാണാം, 3 കാര്യങ്ങൾ സംഗമിക്കുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ അസീസാവുക. 1, അദ്ദേഹത്തെ പോലെയുള്ള മറ്റൊരാൾ ഇല്ലാതിരിക്കുക. 2, അദ്ദേഹത്തിലേക്ക് ഇതരർക്കുള്ള ആവശ്യം ശക്തമാകുക. 3, അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരാൻ വളരെ പ്രയാസമാകുക. ഈ 3 കാര്യങ്ങളും മേളിച്ചവരാണ് യഥാർത്ഥത്തിൽ അസീസ്. അത് അല്ലാഹുവിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ലവാമിഉൽ ബയ്യിനാത്തിലെ 148 പേജിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിൻ്റെ അന്തസ്സും അജയ്യതയും അറിയിക്കുന്ന നിരവധി സംഭവങ്ങൾ ഖുർആനിലുണ്ട്. പൂർവീക പ്രവാചകന്മാരെ ധിക്കരിച്ച പല സമുദായത്തെയും അല്ലാഹു സുബ്ഹാനഹു തആല നശിപ്പിച്ചിട്ടുണ്ട്, നാമമേഷമാക്കിയിട്ടുണ്ട്. കഅബ പൊളിക്കാൻ വന്ന അബ്രഹത്തിനെയും സംഘത്തെയും അല്ലാഹു സുബ്ഹാനഹു തആല നശിപ്പിച്ചു. ഇലാഹിയത്ത് വാദിച്ച, റബ്ബാണെന്ന് വാദിച്ച, ഇലാഹാണെന്ന് വാദിച്ച ഫിർഔനിനെ അല്ലാഹു സുബ്ഹാനഹു തആല വെള്ളം കുടിപ്പിച്ചു. അഹങ്കാരിയായ ഖാറൂനിനെയും ഹാമാനിനെയും അല്ലാഹു സുബ്ഹാനഹു തആല നിലക്ക് നിർത്തി. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ കരുക്കൾ നീക്കിയ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു തആല പാഠം പഠിപ്പിച്ചു. ഇതെല്ലാം അല്ലാഹു അസീസാണെന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ്. യാ അസീസ് എന്ന നാമത്തിൻ്റെ, അസീസ് എന്ന നാമത്തിൻ്റെ ഫായിദ എന്താണ്? അസീസ് എന്ന നാമം പതിവാക്കുന്നവർക്ക് അന്തസ് കൈവരുന്നതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പ്രസ്താവിച്ചിട്ടുണ്ട്. തുടർച്ചയായി 40 ദിവസം 40 തവണ യാ അസീസു യാ അല്ലാ എന്ന നാമം ഉച്ചരിച്ചാൽ ആ പറഞ്ഞവന് അജയ്യതയും അന്തസ്സും സമ്പത്തും കൈവരുന്നതാണെന്ന് ഫൈദുൽ ഖദീർ എന്ന കിതാബിൻ്റെ 2ാമത്തെ വാള്യം 620 പേജിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ യാ അസീസ് എന്ന ദിക്ർ 1000 പ്രാവശ്യം 7 ദിവസം തുടരെ ചൊല്ലിയാൽ അഹ്ലക്കല്ലാഹു ഖസ്മഹു, അവൻ്റെ ശത്രുവിനെ അല്ലാഹു ഹലാക്കാക്കി കളയും. അഥവാ അവൻ്റെ ശത്രുവിൽ നിന്നുള്ള ശത്രുത അവനെ തൊട്ട് അകറ്റിക്കളയും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ സുബ്ഹി നിസ്കാര ശേഷം, എല്ലാ ദിവസവും സുബ്ഹി നിസ്കാര ശേഷം ഈ ഇസ്മിനെ 401 പ്രാവശ്യം ചൊല്ലുക. എന്നാൽ ആ വ്യക്തിയിൽ അന്തസ്സും പ്രതാപവും കളിയാടും. കാരണം അസീസ് എന്ന പദത്തിൻ്റെ അർത്ഥം പ്രതാപം എന്നാണ്.
ഈ നാമം ധാരാളമായി വിളിക്കുക വഴി അടിമ അല്ലാഹുവുമായി അടുക്കുന്നു. യജമാനനായ അല്ലാഹുവുമായി അടുക്കുമ്പോൾ അത് കാരണത്താൽ അവന് അന്തസ്സും പ്രതാപവും അല്ലാഹുവിൽ നിന്ന് അടിമക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ധാരാളമായി യാ അസീസു യാ അല്ലാഹ് എന്ന ദിക്ർ നാം പതിവാക്കുക. അല്ലാഹു നമുക്ക് ഈ അസീസ് എന്ന നാമത്തിന് ഖിദ്മ ചെയ്യാൻ തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. നാം ഈ പറഞ്ഞ വിജ്ഞാനങ്ങളുടെ പ്രതിഫലങ്ങൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഹളറത്തിലേക്ക്, അവരുടെ അർവാഹുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഈ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാർ അതുപോലെ തന്നെ കുടുംബങ്ങളിൽ എല്ലാവരിലും രോഗങ്ങളുണ്ട്. ആ രോഗങ്ങളൊക്കെ ഈ ഇസ്മിന്റെ പോരിശ കൊണ്ട് അല്ലാഹു ശിഫയാക്കി തരുമാറാവട്ടെ. നമ്മളെ ആഖിബത്ത് നന്നാക്കി സുഖലോക സ്വർഗത്തിൽ റസൂലുള്ളാഹിന്റെ ജിവാറിൽ നമുക്കൊക്കെ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.